ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ആംഗുലർ വെലോസിറ്റി, റാപ്പിംഗ് വെലോസിറ്റി, അതുപോലെ തന്നെ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ വെലോസിറ്റി ഇമേജ് എങ്ങനെ വരയ്ക്കാമെന്ന്, അതുപോലെ പിന്നെ സ്ലോട്ടഡ് ലിവറിൻ്റെ ഇത്രയും കാര്യങ്ങളാണ്. സോ കഴിഞ്ഞൊരു വീഡിയോനകത്ത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം മീൻസ് നമ്മുടെ സ്ലൈഡർ ക്രാങ്ക് അല്ല, 4-ബാർ ലിങ്കിൻ്റെ വെലോസിറ്റി കോൺഫിഗറേഷൻ ഡയഗ്രാം, വെലോസിറ്റി ഇമേജ് എങ്ങനെ വരയ്ക്കാമെന്നും, അതുപോലെ തന്നെ അതിനകത്ത് ഓഫ്സെറ്റ് പോയിൻറ്റിൻ്റെ വെലോസിറ്റി എങ്ങനെ കാണാമെന്നും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നോക്കുന്നത് ആംഗുലർ വെലോസിറ്റി ഓഫ് എ ലിങ്ക്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളിപ്പോൾ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡാണ് കാണുന്നത്. മീൻസ് റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡാണ് എന്ത് കോൺഫിഗറേഷൻ ഡയഗ്രാം അതുപോലെ തന്നെ വെലോസിറ്റി ഇമേജ് വെച്ചിട്ട് കാണുന്നത്. അതിനകത്ത് എന്താണ്, ഒരു ലിങ്കിലെ തന്നെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലെ വെലോസിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ആ ഒരു ലിങ്കിൻ്റെ ആ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ അതുപോലെ തന്നെ ടോട്ടൽ ലിങ്കിൻ്റെ ലെങ്ത്ത് ഇത് തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും എങ്ങനെ നമുക്ക് ആ ഒരു വെലോസിറ്റി ഇമേജിൽ വരുന്ന ലിങ്കിലെ പോയിൻറ്റിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ ആ ഒരു ടോട്ടൽ ലിങ്കിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുന്ന ആ ഒരു വെലോസിറ്റി വെക്ടറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, പോയിന്റ് വെലോസിറ്റി കാണുന്നത്. അതുപോലെ തന്നെ എന്താണ് പിന്നെ വരുന്നത് ആംഗുലർ വെലോസിറ്റി ഓഫ് ലിങ്കാണ്. സോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കുന്നത് ഒരു ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ്. ഇതിനകത്ത് നമ്മൾ എന്താണ് നമുക്ക് ഈ ഒരു ABCD എന്ന് പറയുന്ന ഈ ഒരു ഫോർ ലിങ്ക് മെക്കാനിസം നോക്കുക. അപ്പോൾ അതിനകത്ത് AD എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ലിങ്കാണ്, AB എന്ന് പറയുന്നത് ക്രാങ്കാണ്, BC ആണ് നമ്മുടെ കപ്ലർ, ആൻഡ് CD നമുക്ക് ഔട്ട്പുട്ട് ലിങ്കാന്ന് പറയാം. സോ ഇപ്പോൾ നമ്മളിതിൻ്റെ കോൺഫിഗറേഷൻ ഡയഗ്രാം, അതായത് എന്താണ് ഇതിൻ്റെ ഒരു സ്കെലിട്ടൺ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് തന്നിട്ടുള്ള എക്സാക്റ്റ് സ്കെയിൽ വെച്ച് മീൻസ് ആ ഒരു മെക്കാനിസത്തിൻ്റെ ഒരു സ്കെയിൽഡ് ഫിഗർ, അതിനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ജസ്റ്റ് എന്താ വരക്കുക, ഇപ്പോൾ ഇത് സ്കെയിൽഡ് ഫിഗർ ഒന്നല്ല, അല്ലെങ്കിൽ എന്താ പറയുക മെഷർ ചെയ്ത് വരച്ചിട്ടുള്ളതൊന്നല്ല, ജസ്റ്റ് വെറുതെ വരച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അപ്പോൾ അതിലെ ഓരോ ലിങ്കിനും പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെലോസിറ്റി വെക്ടേഴ്സ് വരക്കുന്നത്. എന്നിട്ട് അവരെ ഒരു ക്ലോസ്ഡ് പോളിഗൺ നമുക്ക് കിട്ടും. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിലേറ്റീവ് വെലോസിറ്റി മെഷർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള വെലോസിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആബ്സല്യൂട്ട് വെലോസിറ്റി കിട്ടും. സോ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു, ഇപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ ഏതെങ്കിലും ഒരു ലിങ്കിൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിരിക്കും. അതായത് ഒരു ലിങ്കിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ R മീൻസ് ആ ഒരു ലിങ്കിൻ്റെ ലെങ്ത് ഇൻറ്റു ആംഗുലർ വെലോസിറ്റി ഓഫ് ദി ലിങ്കാണ്. സോ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ABയുടെ ആംഗുലർ വെലോസിറ്റി നമുക്ക് തരും. അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഈ ഒരു ഫിഗറിലുള്ള ലിങ്കുകളുടെ ലെങ്ത് തന്നിട്ടുണ്ടാവും. സോ നമുക്ക് R അറിയാം, വെച്ചാൽ ലിങ്കിൻ്റെ ലെങ്ത് അറിയാം. തന്നെ ഒമേഗ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലിങ്ക് AB എന്ന് പറയുന്ന ലിങ്കിൻ്റെ വെലോസിറ്റി നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. അതായത് ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ പർട്ടിക്കുലർ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിങ്ക് AB എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. സോ ആ ഒരു ഡയറക്ഷനിലായിരിക്കും ഇങ്ങനെ വെലോസിറ്റി വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ലിങ്കിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും വെലോസിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് ലിങ്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരക്കുക. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് എങ്ങനെയായിരിക്കും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും. സോ ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BC എന്ന് പറയുന്നത് നമ്മുടെ കപ്ലറിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ ABയുടെ കേസിലാണെങ്കിൽ A എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ് ആണ്. സോ എന്താണ് A എന്ന് പറയുന്ന ഫിക്സഡ് പോയിന്റിന് അബൌട്ട് ആയിട്ടാണ് B എന്ന് പറയുന്ന പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് B റിലേറ്റീവ് ടു A എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അപ്പോൾ എന്താണ് അതിൻ്റെ ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് അടുത്ത ലിങ്ക് എന്ന് പറഞ്ഞാൽ BC, അത് കപ്ലറാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഫിക്സഡ് പോയിന്റ് ഇല്ല അതിനകത്ത്. അപ്പോൾ B നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു BCക്ക് റൊട്ടേഷണൽ മോഷനോ അതുപോലെ തന്നെ ട്രാൻസ്ലേഷണൽ മോഷനോ നമുക്ക് എന്താ പറയുക പർട്ടിക്കുലർ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ B എന്ന് പറയുന്ന മീൻസ് C to B നമ്മൾ കൺസിഡർ ചെയ്യാം. അതായത് ഈ ഒരു ലിങ്ക് B എന്ന് പറയുന്ന പോയിന്റിന് അബൌട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് താഴെ നിന്നുള്ള ലിങ്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആ ഒരു C എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എന്താണ് അപ്പോൾ ഡയറക്ഷനിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് എന്ത് VCB എന്ന് പറയുന്ന വെലോസിറ്റി. നമ്മളിപ്പോൾ ഈ ഒരു AB എന്ന് പറയുന്ന ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു വെക്ടറാണ് എന്ത് വെലോസിറ്റി വെക്ടർ AB എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു C എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എന്താണ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു വെക്ടറാണ് എന്ത് വെക്ടർ BC എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് എന്താണ് അപ്വേർഡ് ഡയറക്ഷൻ. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അതിന് വരുന്നത്. ഇനി അങ്ങനെ എന്താണ് ഇപ്പോൾ നമ്മൾ B ഒരു ഫിക്സഡ് പോയിന്റ് ആണ് ഉള്ള അസംഷനിൽ, അതായത് നമുക്ക് എന്താണ് അബൌട്ട് B ആണ് എന്ത് സിയുടെ വെലോസിറ്റി നമ്മൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് കിട്ടി. ഇനി അടുത്ത് എന്താണ് ഇപ്പോൾ C എന്ന് പറയുന്ന പോയിന്റിന് അബൌട്ട് ആയിട്ട് Bയുടെ വെലോസിറ്റി നോക്കുക. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു B എന്ന് പറയുന്ന പോയിന്റ് Cക്ക് അബൌട്ട് ആയിട്ട് നോക്കുമ്പോൾ എന്താണ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് അതിന് മോഷൻ വരുന്നത്. സോ നമുക്ക് പറയാം എന്ത് അത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അബൌട്ട് BC എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് മൂവ് ചെയ്യുന്നത്. സോ അതിൻ്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരിക്കും, അതും കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ്. സോ എന്താണ് ഈ ഒരു ലിങ്കിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് മീൻസ് ഈ ഒരു ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ വരുന്നത് എങ്ങനെയാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇനി അടുത്ത ലിങ്ക് CD ആണ്. ഇപ്പോൾ CD നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് D എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ് ആണ്. സോ ഇപ്പോൾ Cയുടെ മാത്രമേ നമുക്ക് കാണണ്ടുള്ളൂ. സോ ഇപ്പോൾ ഈ ഒരു ലിങ്ക് എങ്ങനെയായിരിക്കും അത് ഇൻപുട്ട് ലിങ്കിൻ്റെ മോഷൻ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നുണ്ടാവുക. ദെൻ
അപ്പോൾ നമുക്കറിയാം ഇത് ഇപ്പോൾ ഈ ഒരു ഫോർബാർ ലിങ്കേജിനകത്ത് വരുന്നത് എങ്ങനെയായിരിക്കും, ഒന്നെങ്കിൽ ഡബിൾ സ്ലൈഡർ ആയിരിക്കും, ഡബിൾ റോക്കർ അല്ലെങ്കിൽ എന്താണ് ക്രാങ്ക് റോക്കർ മെക്കാനിസം ആണ് വരുന്നത്. ഇപ്പോൾ സി ഡിക്ക് എങ്ങനെയായിരിക്കും, ഒന്നെങ്കിൽ കംപ്ലീറ്റ് റൊട്ടേഷൻ, അതായത് എന്താണ് 360 ഡിഗ്രി റെവല്യൂഷൻ എന്താ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത് ഒരു ഓസിലേറ്റിംഗ് ലിങ്ക് ആയിരിക്കും. ഇതിനടുത്തതാണ് റബ്ബിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു മെക്കാനിസത്തിന് ഇപ്പോൾ ഫോർബാർ ലിങ്കേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ലിങ്കും എന്താണ് 4 പിൻ ജോയിൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താ 4 ടേണിംഗ് പെയേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ ടേണിംഗ് പെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ പെയേഴ്സ് ആണത്. സോ എന്താണ് ഒരു സർഫസ് കോൺടാക്റ്റിലായിരിക്കും എന്ത് വരുന്നത്, ഇവരുടെ മോഷൻ വരുന്നത്. അപ്പോൾ 2 സർഫസുകൾക്ക് റിലേറ്റീവ് ആയിട്ടുള്ള വെലോസിറ്റിയാണ് റബ്ബിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്ലൈഡിങ്ങിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ റൊട്ടേഷനിലുള്ള ലിങ്കുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റബ്ബിംഗ് വെലോസിറ്റി. അപ്പോൾ നമുക്കൊരു പോയിന്റ് തന്നിട്ട് എന്താണ് റബ്ബിംഗ് വെലോസിറ്റി കാണാൻ പറയും. റബ്ബിംഗ് വെലോസിറ്റി കാണുന്നത് സിമ്പിളാണ്. ഇപ്പോൾ അങ്ങനെ 2 ലിങ്ക് എടുക്കുക. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ലിങ്ക് എടുക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നോക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ലിങ്കും എ ഡി എന്ന് പറയുന്ന ലിങ്കും എന്താണ് അവിടെ ഒരു ജോയിൻ വരുന്നുണ്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എന്താണ് ഇപ്പോൾ നമുക്ക് എ ഡി ഫിക്സഡ് ലിങ്ക് ആണ്. സോ നമുക്ക് എന്താണ് ഇപ്പോൾ ബി എ ബിയിലാണ് ഒരു പോയിന്റ് നമുക്ക് തരും, റേഡിയസ് തന്നിട്ട് നമുക്ക് എന്ത് കാണാൻ പറയാം, റബ്ബിംഗ് വെലോസിറ്റി കാണാൻ പറയാം. അപ്പോൾ നമുക്കൊരു റേഡിയസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റബ്ബിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ റബ്ബിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് തന്നിട്ടുള്ള പോയിന്റിലെ റേഡിയസ്, അതായത് ആ ഒരു തന്നിട്ടുള്ള ലിങ്കിൻ്റെ ലെങ്ത് എത്രയാണോ അത് ഇൻറ്റു അപ്പോൾ ആ ഒരു തന്നിട്ടുള്ള ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആയിരിക്കും. ദെൻ ഇപ്പോൾ 2 ഈ എ ബി അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബി എന്ന് പറയുന്ന പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 ലിങ്ക് ഉണ്ട്. സോ ഈ 2 ലിങ്കിന് എന്താണ് മോഷൻ ഉണ്ട്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, നമുക്ക് എവിടെ വേണമെങ്കിൽ ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ലിങ്കിൽ ഒരു പോയിന്റ് തരാം, അതല്ലാന്നുണ്ടെങ്കിൽ ബി സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ലിങ്ക് തരാം. ഏത് പോയിന്റിൽ തന്നാലും എന്താണ് നമുക്ക് റേഡിയസ് എന്തായിരിക്കും ആ ഒരു തന്ന വാല്യൂ എടുക്കുക, അത് ഇൻറ്റു ഇപ്പോൾ ഒരു ഈ ലിങ്കുകൾ എന്താണ് ഒരെണ്ണം ക്ലോക്ക് വൈസ് ഡയറക്ഷനും ഒരെണ്ണം എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ 2 ആംഗുലർ വെലോസിറ്റീസ് ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക തന്നിട്ടുള്ള റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ 2 ലിങ്ക് എന്താണ് സെയിം ഡയറക്ഷൻ, ഇപ്പോൾ 2 ലിങ്കും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആംഗുലർ വെലോസിറ്റിയുടെ ഡിഫറൻസ് ആണ്, എന്നിട്ട് എന്ത് ചെയ്യുക തന്നിട്ടുള്ള റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പോയിന്റിലെ റബ്ബിംഗ് വെലോസിറ്റി കാണുന്നത്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ആംഗുലർ വെലോസിറ്റിയുടെ കേസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വെലോസിറ്റി ഇമേജ് വരക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഡയറക്ഷൻ, വെക്ടറിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും, ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇത് പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു റബ്ബിംഗ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് ആവശ്യമുള്ളൂ. ഈ റബ്ബിംഗ് വെലോസിറ്റി നമുക്ക് എന്താണ് ഒരു പോയിന്റുകൾ പിന്നെ ഏതാണെന്ന് തന്നിട്ടുണ്ടാവും, ആ ഒരു പിന്നെ ബോട്ടായിട്ടായിരിക്കും നമ്മൾ ഒന്ന് കാണാൻ പറയുന്നത് റബ്ബിംഗ് വെലോസിറ്റി കാണാൻ പറയുന്നത്. സോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എ ഡി ഫിക്സഡ് ലിങ്ക് ആണ്. സോ നമുക്ക് എന്താണ് അവിടെ എ ബിക്ക് മാത്രമാണ് ആംഗുലർ വെലോസിറ്റി ഉണ്ടാവുക. ദെൻ പോയിന്റ് ബി നോക്കുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ലിങ്കിനും മോഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്ന ലിങ്ക് മോഷൻ ഉണ്ട്. സോ എന്താണ് അവിടെ 2 ലിങ്കിലും ആംഗുലർ വെലോസിറ്റീസ് ഉണ്ട്. സോ നമ്മളെന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ ആംഗുലർ വെലോസിറ്റീസിൻ്റെ സം ഇൻറ്റു റേഡിയസ് തന്നിട്ടുള്ള റേഡിയസ്. ഇനിയിപ്പോൾ 2ഉം സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവരുടെ ഡിഫറൻസ് ആംഗുലർ വെലോസിറ്റീസിൻ്റെ ഡിഫറൻസ് ഇൻറ്റു തന്നിട്ടുള്ള റേഡിയസ്. ഇതാണ് റബ്ബിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോർബാർ ലിങ്കേജിൻ്റെ ഒരു ഇൻവേർഷനാണ്, വൺ ഓഫ് ദ ഇൻവേർഷനാണ്. സോ നമ്മൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ലിങ്ക്, അതായത് അതിനകത്ത് ഒരു പിൻ ജോയിൻറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്ലൈഡിംഗ് പെയർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് ഒരു സ്ലൈഡർ റാങ്ക് വരച്ച് നോക്കാം. ജസ്റ്റ് മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല, പക്ഷേ എന്താണ് നമുക്ക് ഒരു ഫിഗർ ആവശ്യമുണ്ട്. സോ ഇത് നമ്മുടെ ഫിക്സഡ് ലിങ്കാന്ന് വിചാരിക്കുക. ഇനി നമുക്ക് റോക്കറല്ല ക്രാങ്ക് വേണം. സോ നമ്മുടെ ക്രാങ്ക്, ദെൻ ഇനി കണക്റ്റിംഗ് റോഡ്, അടുത്തത് നമ്മുടെ സ്ലൈഡർ. ഈ ഒരു ലിങ്കിനെ നമുക്ക് എന്താണ് 1 എന്ന് പറയാം, ഇത് ലിങ്ക് 2, ഇത് 3, ഇത് 4. സോ ഇത് ഒ എ പി, നമുക്ക് ഈ ഒരു പോയിന്റിൽ സി എന്ന് മാർക്ക് ചെയ്യാം. നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇതിൽ ഒ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രാങ്ക് എന്ന് ഞാൻ പറഞ്ഞു. സോ അതിനെന്തായിരിക്കും നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ എന്താണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് ആംഗുലർ വെലോസിറ്റി ഉണ്ടാവും, എന്താണ് ഒമേഗയാണ്. അപ്പോൾ റേഡിയൻ പെർ സെക്കൻഡിൽ ഒമേഗ തന്നിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സ്പീഡ് എങ്ങനെയായിരിക്കും RPM തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ആംഗുലർ വെലോസിറ്റി അതായത് ഒമേഗയിൽ കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കറിയാം 2πn/60. അപ്പോൾ RPM തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മളത് റേഡിയൻ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം ഇപ്പോൾ ഒരു എ ബി എന്ന് പറയുന്ന ലിങ്കിൻ്റെ വെലോസിറ്റി വെക്ടർ കാണാൻ വേണ്ടി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ VAO കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് എന്ത് ബേസിക്കായിട്ട് നമുക്ക് ഏതൊരു വെലോസിറ്റി മീൻസ് കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ നിന്ന് വെലോസിറ്റി വെക്ടർ വരക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ബേസിക്കായിട്ട് തന്നിട്ടുണ്ട്. അതായത് നോൺ വെക്ടർ എന്ന് പറയുന്നത് ഇതായിരിക്കും.
അതേപോലെ തന്നെ ഫിക്സഡ് ലിങ്കുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ ഫിക്സഡ് ലിങ്കിൽ എല്ലാ പോയിന്റും കോമൺ പോയിന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അവരുടെ ഇൻ ബിറ്റ്വീൻ എന്താണ് റിലേറ്റീവ് വെലോസിറ്റി 0 ആയിരിക്കും. സോ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഒ സി എന്ന് പറയുന്ന ആ ഒരു പേര് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം, ജി എന്ന് കൊടുക്കാം. സോ ഒ ജി എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമ്മളെന്താണ് സെയിം ലിങ്ക് അല്ലെങ്കിൽ എന്താണ് ഫിക്സഡ് പോയിന്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. സോ എന്താണ് അവർക്ക് ഇൻ ബിറ്റ്വീൻ എന്താണ് റിലേറ്റീവ് വെലോസിറ്റി ഇല്ല. സോ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ക്രാങ്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അത് നോൺ വെലോസിറ്റി ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ഇപ്പോൾ എന്താണ് നോൺ വെലോസിറ്റി എന്തായിരിക്കും, ഒ എ ഇൻറ്റു ഒമേഗ ഒ എന്ന് പറയാം. അതായിരിക്കും എന്ത് നമ്മുടെ വെലോസിറ്റി ഒ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ ഒ എന്ന് പറയുന്ന വെലോസിറ്റി അതായിരിക്കും. സോ അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് എങ്ങനെയായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനാണ്. സോ ഈ ഒരു ക്രാങ്ക് മീൻസ് ക്രാങ്ക് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ എന്താണ് ഇങ്ങനെയായിരിക്കും ആ ഒരു വെക്ടർ വരുന്നത്. സോ അതിൻ്റെ ഡയറക്ഷൻ ആണിത്. അതുപോലെ തന്നെ എന്താണ് ബി റിലേറ്റീവ് ടു ഒ കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, വി ബി ഒ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, വി എ ഒ പ്ലസ് വി എ ബി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വെക്ടർ, അതായത് നമ്മളെന്താണ് ഒ, ഇപ്പോൾ ഇതാണ് നമ്മുടെ കോൺഫിഗറേഷൻ ഡയഗ്രം. ഞാൻ അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്താണ് ഇത് തന്നെ കോൺഫിഗറേഷൻ ഡയഗ്രം ആയിട്ട് എടുക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ഒ എന്ന് പറയുന്ന ആ ഒരു ലിങ്കിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എന്ത് ചെയ്യണം, നമുക്ക് നോൺ വെലോസിറ്റി, അതായത് നമുക്ക് ആർ ഒമേഗ ആണല്ലോ, എങ്ങനെയാണ് ഒ ഇൻറ്റു ഒമേഗ തന്നിട്ടുണ്ടായിരിക്കും എന്ത് ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ടായിരിക്കും. സോ അതാണ് എന്ത് ഈ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒ ജി എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് നമ്മൾ അവിടെ എടുത്ത പോലെ. അവിടെ എയും ഡിയും എന്താണ്, അതായത് ഫിക്സഡ് പോയിന്റ്സ് രണ്ടും എന്താണ് സെയിം പോയിന്റ് ആയിട്ടാണ് എടുത്തത്. ഇവിടെ അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. ഇനി അടുത്ത് നോക്കുമ്പോൾ അടുത്ത വെക്ടർ എന്ന് പറയുന്നത് ഏതാണ്, മീൻസ് അടുത്ത ലിങ്ക് എന്ന് പറയുന്നത് എ ബി ആണ്. സോ ഇതാണ് പോയിന്റ് എ എന്ന് പറയുന്നത്. നമ്മൾ സെയിം ഓർഡറിൽ തന്നെ, അതായത് കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ അതേപോലെ തന്നെ എന്ത് വേണം, നമ്മൾ പേരുകൾ മാർക്ക് ചെയ്യണം. സോ ജി നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ ലെറ്റർ ജി എന്ന് കൊടുക്കാം. ദെൻ അടുത്തത് ഇനിയിപ്പോൾ എ ബി, അതിനെന്ത് ചെയ്യണം, അത് ഈ ഒരു ലിങ്കിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് അൺനോൺ ആണ്. ഞാൻ എന്ത് ചെയ്തു, അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇതായിരിക്കും ഈ ഒരു ലൈനിലായിരിക്കും നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നത്. അടുത്ത കേസ് നോക്കുമ്പോൾ ഒ ജി എന്ന് പറയുന്ന എന്താണ് ഫിക്സഡ് ആണ്. ദെൻ ഇനി അടുത്തത് സ്ലൈഡറിൻ്റെ വെലോസിറ്റി എങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സ്ലൈഡറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഇങ്ങനെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിരിക്കും വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ പാരലലായിട്ട്, അതായത് സ്ലൈഡറിന് പാരലലായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ വെലോസിറ്റി ഇമേജിനകത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു വെക്ടറിനെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ജി ഉണ്ട്, അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്. സോ ഇതായിരിക്കും നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റ്. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈഡർ ക്രാങ്ക്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇത് നമ്മുടെ ഒരു ഫോബ ലിങ്കേജ് മെക്കാനിസം ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ലിങ്ക് ഫിക്സഡ് ആയിരിക്കണം. സോ എന്താണ് നമ്മുടെ ഒ ജി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫിക്സഡ് ലിങ്ക്. ഫിക്സഡ് ലിങ്കിൽ എന്താണ് റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ അടുത്ത് വരുന്നത് ക്രാങ്കാണ്. നമുക്ക് എപ്പോഴും വെലോസിറ്റി ഇമേജ് വരക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു നോൺ വെലോസിറ്റി വെക്ടർ ഉണ്ടായിരിക്കണം. സോ എന്താണ് നമുക്ക് ഇവിടെ ആംഗുലർ വെലോസിറ്റി ഒമേഗ തന്നിട്ടുണ്ടാവും, ഏത് ക്രാങ്കിൻ്റെ. സോ ഒ ആണ് നമ്മുടെ ഈ ഒരു കേസിലെ ക്രാങ്ക് വരുന്നത്. സോ അപ്പോൾ അതിൻ്റെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും, ഒ ഇൻറ്റു ഒമേഗ എന്നായിരിക്കും. അത് നമുക്ക് അതായിരിക്കും തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു കേസിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ ഒരു സൈഡിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു വെക്ടറിനെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, അത്രേ ഉള്ളൂ. സോ ഫിക്സഡ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, കോമൺ പോയിന്റ് ആയിട്ട് എടുക്കുക. ദെൻ അടുത്തത് കപ്ലർ എ ബിക്ക് എന്താണ്, അതൊരു ലിങ്ക് തന്നെയാണ് ഇതിനകത്ത്. അപ്പോൾ അതിനെ മീൻസ് അതിന് ആ ഒരു കണക്ഷൻ റോഡിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതാ ഒ എക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എന്ത് ചെയ്തു, നമുക്ക് നോൺ വെക്ടർ നമ്മൾ വരച്ചു, അതായത് വി എ വരച്ചു. ഇതാണ് എന്ന് പറയുന്ന പോയിന്റ്. ഒയിൽ നിന്ന് എയിലേക്ക് വരച്ചു. അടുത്ത് എന്ത് ചെയ്യുക, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ ബിക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ അടുത്തൊരു വെലോസിറ്റി വെക്ടർ വരക്കുക. ദെൻ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈഡറിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. സ്ലൈഡറിന് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിരിക്കും. സോ സ്ലൈഡറിൻ്റെ ഡയറക്ഷന് പാരലായിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത വെലോസിറ്റി വെക്ടർ നമ്മൾ വരയ്ക്കാൻ വേണ്ടി. സോ ജി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്കിലേക്ക് ഒ ജി എന്ന് പറയുന്ന ആ ഒരു ലിങ്കിന് പാരലായിട്ട്, അല്ലെങ്കിൽ സ്ലൈഡറിൻ്റെ മോഷന് പാരലായിട്ട് എന്ത് ചെയ്യണം, ഒരു വെലോസിറ്റി വെക്ടർ വരക്കണം. ആ ഒരു കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് അതായിരിക്കും എന്ത്, ബി എന്ന് പറയുന്ന പോയിന്റ്. സോ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ കേസിലെ വെലോസിറ്റി ഇമേജ് വരുന്നത്. സോ കോൺഫിഗറേഷൻ ഡയഗ്രം ഞാൻ വരച്ച പോലെയല്ല, നമുക്ക് എന്താണ് വാല്യൂസ് തന്നിട്ടുണ്ടാവും, ലിങ്കിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം വരക്കാൻ. ഇനി ഏതെങ്കിലും ഒരു ലിങ്കിൽ ലീസ്റ്റ് വെലോസിറ്റി വരുന്ന പോയിന്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഏത് പോയിന്റിൽ നിന്നാണോ നമുക്ക് പെർപെൻഡിക്കുലർ വരക്കാൻ പറ്റുന്നത്
ആ ഒരു വെക്ടർ ആയിരിക്കും എന്ത് വരുന്നത്, ലീസ്റ്റ് വെലോസിറ്റി വെക്ടർ വരുന്നത്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഏതൊരു ലിങ്കിലാണോ ചോദിച്ചിട്ടുള്ളത് ആ ഒരു ലിങ്കിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക എങ്ങോട്ട്, ഫിക്സഡ് പോയിന്റിലേക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ലിങ്കിനകത്തൊരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സാധാ കാണുന്നത് പോലെ തന്നെ എന്താണ്, ഇപ്പോൾ നമ്മളിവിടെ ഒരു ഇ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വെലോസിറ്റി വരുന്നത് എങ്ങനെയായിരിക്കും, നമുക്ക് ബി ഇ ഡിവൈഡഡ് ബൈ എ ബി ഈസ് ഈക്വൽ ടു, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, നമുക്ക് സ്മോൾ ബി ഇ ഡിവൈഡഡ് ബൈ എ ബി ആയിരിക്കും വരുന്നത്. ഇത് യൂഷ്വലി നമ്മളെന്താണ് ഫോർവേഡ് ലിങ്കേജിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ഇനി ഒരു എക്സ്റ്റൻഡഡ് പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും, അതിൻ്റെ ആ ഒരു പോയിന്റ് ഇപ്പോൾ നമുക്കതൊരു കെ എന്നെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി കെ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, ബി എ ഇസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും, ഇത് ഇവിടെ ബി കെ ഡിവൈഡ് ബൈ എങ്ങനെയായിരിക്കും, എ ബി എന്നായിരിക്കും വരുന്നത്.